സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്. നിരവധി തവണ നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ലളിതമായി ഞാൻ പറയാം. ഏതാണ്ട് ഈ ലോകത്തിൽ സംഭവിക്കുന്ന ക്രൂഡ് ഓയിൽ ബിസിനസ്. ഇതിന് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് എണ്ണയെ കൊണ്ടുപോകുന്നതിന്, കൈമാറ്റം ചെയ്യുന്നതിന് 100 കണ്ടെയ്നറുകൾ പോവുകയാണെങ്കിൽ അതിൽ 20-30 കണ്ടെയ്നറുകൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് കടലിലൂടെയാണ് പോകേണ്ടത്. അപ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് എന്നത് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ പ്രവർത്തിക്കണമെന്നത് എഴുതപ്പെടാത്തൊരു നിയമമാണ്. ഏതെങ്കിലും ഒരു ദിവസം ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിൽ പ്രശ്നം വരികയാണെങ്കിൽ ലോകത്തിലെ പല രാജ്യങ്ങളുടെയും അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കും. അസംസ്കൃത എണ്ണയുടെ വില വർദ്ധിക്കുകയാണെങ്കിൽ പച്ചക്കറികളുടെ വില വർദ്ധിക്കും. നമ്മൾ വാങ്ങുന്ന എല്ലാ വസ്തുക്കളുടെയും വില വളരെ വർദ്ധിക്കും. കൺസ്ട്രക്ഷൻസ് എല്ലാം എക്സ്പെൻസീവായി മാറും. മനുഷ്യരുടെ ഗതാഗതം ചിലവേറിയതായി മാറും. ധാരാളം പണം മനുഷ്യർ ചിലവഴിക്കേണ്ടതായി വരും. അപ്പോൾ ഇത്തരം ഒരു സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ് ഇത് ആരുടെ നിയന്ത്രണത്തിലാണ് എന്ന് നോക്കിയാൽ ഇറാന്റെ കൈകളിലാണ്. അവസാനമായി ഇറാന്റെ ആയുധം എന്നത് ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ ഞങ്ങൾ അടച്ചു പൂട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ അവർ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിന് സാധിക്കും. വരുന്ന കപ്പലുകളെ ഞങ്ങൾ വിടില്ല, അതിനെ ആക്രമിക്കുമെന്ന് ഹൂത്തികൾ ഒരു ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ കപ്പൽ, ഇസ്രായേലിന്റെ സുഹൃത്തുക്കളുടെ കപ്പൽ, ഇവയെല്ലാം ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുകയും ആക്രമിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ഷാഡോ ആർമി ഇറാനെ കൊണ്ട് അവിടെ നിലനിർത്താൻ സാധിക്കും. അങ്ങനെ നിലനിർത്തി ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ അവിടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും സാധിക്കും. സത്യത്തിൽ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസിനെ വിശ്വസിച്ചാണ് ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം ഉള്ളത്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ പോലുള്ള രാജ്യങ്ങൾ. ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ എത്ര ജോലി സാധ്യതകളാണ് നഷ്ടപ്പെടുത്തുക. ഇന്ത്യയും ചേർത്താണ് ഞാനിവിടെ പറയുന്നത്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ആരെങ്കിലും ഒക്കെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്രയേറെ പേരെയും പ്രശ്നത്തിലാഴ്ത്തുന്ന ഇങ്ങനൊരു പദ്ധതി ഇറാൻ ചെയ്യുമോ ഇല്ലയോ? വീണ്ടും ചില അപ്ഡേറ്റ്സ് എല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ ആക്രമിക്കാൻ അവർ പല വഴികൾ തിരയുന്നുണ്ട്. അതിൽ ആദ്യത്തെ വഴി അവർക്കെതിരെ ഇവരുടെ മിസൈലുകൾ അയക്കുക. അത് ഇതിനകം തന്നെ ചെയ്തിട്ടുമുണ്ട്. ഇനി ഒരു പക്ഷേ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ 1500-ലധികം മിസൈലുകൾ അയക്കുമെന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു. പക്ഷെ അതിനു മുൻപ് ഇസ്രായേൽ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ ടെഹ്റാനെ തീക്കിരയാക്കുമെന്നാണ് പറഞ്ഞത്. അതിന് ഇസ്രായേലിന്റെ വ്യോമസേന തയ്യാറായി എന്നുള്ള ഒരു വീഡിയോയും അവർ പുറത്തുവിട്ടു. അതൊരു സാധാരണ വീഡിയോ ആയിരുന്നില്ല. ടെഹ്റാനിൽ, അതായത് ഇറാന്റെ തലസ്ഥാനത്ത് ഒരു വിമാനം പറന്ന് എവിടങ്ങളിലെല്ലാമാണോ അവരുടെ ഡിഫൻസ് സിസ്റ്റം ഉള്ളത്, എവിടങ്ങളിലെല്ലാം മിസൈൽ ലോഞ്ചേഴ്സ് ഉണ്ട്, അവിടങ്ങളിലെല്ലാം ലോക്ക് ചെയ്ത് ഈ തലസ്ഥാനം ഞങ്ങളെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കും. കാരണം താഴെയുള്ള ഡിഫൻസ് സിസ്റ്റത്തെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വിമാനം എപ്പോൾ വേണമെങ്കിലും ടെഹ്റാനിൽ എവിടെ വേണമെങ്കിലും ആക്രമിക്കാം. അതിന്റെ പൂർണ്ണ പാക്കേജ് ഞങ്ങൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ കാണുക എന്ന് പറഞ്ഞാണ് ആ ഒരു വീഡിയോ അവർ റിലീസ് ചെയ്തത്. ആ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാകും, അതെ ശരിയാണ്, ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒന്നും അവിടെ ഇല്ല എന്നുള്ളത്. അപ്പോൾ മൊബൈൽ എയർ ഡിഫൻസ് സിസ്റ്റം ഇറാന്റെ പക്കൽ ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ അണ്ടർഗ്രൗണ്ടിൽ നിന്നും അത് പുറത്തേക്ക് കൊണ്ടുവരുമോ എന്നുള്ളതെല്ലാം വലിയൊരു ചോദ്യമാണ്. ഒരു പക്ഷേ ഇസ്രായേൽ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ, ഇസ്രായേൽ സൈന്യം ഇറാന്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഒരു പക്ഷേ ഇറാൻ ഇതൊക്കെ ചെയ്ത് കാണിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കാം. അതിനു മുൻപ് ടെഹ്റാനിൽ ഇത്രയും വലിയൊരു ആക്രമണം നടത്തും എന്നുണ്ടെങ്കിൽ അതൊരു സാധാരണ കാര്യമായിരിക്കില്ല. അവിടെയുള്ള എനർജി സെക്ടേഴ്സിൽ ആക്രമണം ആരംഭിച്ചേക്കാം. ഒരു യുദ്ധം തുടങ്ങിയാൽ ആദ്യമായി ഈ യുദ്ധം ചെയ്യുന്ന രാജ്യം തൻ്റെ ശത്രു രാജ്യത്തിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റി എവിടെയെല്ലാമാണുള്ളത്, ശത്രുവിൻ്റെ ലോജിസ്റ്റിക്സ് ഫെസിലിറ്റി എവിടെയെല്ലാം ഉണ്ട്, അതിൻ്റെ റൂട്ടെല്ലാം എവിടെ, ഇതൊക്കെയായിരിക്കും ആദ്യമായി ആക്രമിക്കാൻ തുടങ്ങുന്നത്. ഇവ ആക്രമിക്കുമ്പോൾ തന്നെ ആ രാജ്യം പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ആവും. ആ രാജ്യത്തിന് ആവശ്യമായ എനർജി ലഭിക്കില്ല. എനർജി ലഭ്യമാകാത്തത് കൊണ്ട് ഗതാഗതം അവിടെ സംഭവിക്കില്ല. കാരണം പെട്രോൾ, ഡീസൽ ഒന്നും തന്നെ അവിടെ ഇല്ലല്ലോ. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സൈനികരെ കൊണ്ടുപോകാനും വരാനും സാധിക്കില്ല. ആയുധങ്ങൾ കൈമാറ്റം ചെയ്യുക, ഇതൊക്കെ ബുദ്ധിമുട്ടായി മാറും. അതിനുശേഷം ജനങ്ങൾ ഇരുട്ടിൽ തന്നെ ജീവിക്കും. ഇത് വളരെ ബുദ്ധിമുട്ടായി മാറും. അപ്പോൾ ആന്തരികമായി തന്നെ ഒരു വിപ്ലവം ഉണ്ടാകും. ഇതൊക്കെയാണ് ഈ എനർജി സെക്ടറിൽ ആക്രമണം നടത്തുന്നത് മൂലം ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ. അതുമാത്രമല്ല, ഇറാൻ എന്ന രാജ്യം എനർജിയെ ആശ്രയിച്ചാണുള്ളത്. അസംസ്കൃത എണ്ണയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്. അതിപ്പോ ഗ്രേ മാർക്കറ്റ് ആയാലും ബ്ലാക്ക് മാർക്കറ്റ് ആയാലും ഇവ രണ്ടിലും ഇറാൻ അവരുടെ ബിസിനസ് നടത്തുന്നുണ്ട്. ഇവയെല്ലാം നശിപ്പിക്കാനുള്ള ഒരു വഴി ഇസ്രായേൽ കണ്ടെത്തി. അതിനെ ഞങ്ങൾ തടയാനും തയ്യാറായി എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങനെ വെറുതെ പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കില്ല. ഇവിടെ മുതലാണ് അടുത്ത എസ്കലേഷൻ സ്റ്റാർട്ടാകുന്നത്.
ഇറാന്റെ പാർലമെന്റിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ കുറിച്ചുള്ള ഒരു വിവാദം സംഭവിച്ചുവെന്നുള്ള വാർത്ത പല മാധ്യമങ്ങളും പുറത്തുവിട്ടു. ഈ വാർത്ത ഇന്ന് പുതുതായി വന്നൊരു വാർത്തയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. എപ്പോഴെല്ലാമാണോ അമേരിക്കയ്ക്കും ഇറാനും, ഇസ്രായേലിനും ഇറാനും ഇടയിൽ പരിഭ്രാന്തി വർദ്ധിക്കുന്നത്, അപ്പോഴെല്ലാം ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് എന്ന വിഷയം അവിടെ വരും. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ളത്. അതിനാൽ ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിപ്പിക്കാനായി ഒരു ചെറിയ മുന്നറിയിപ്പ് വീഡിയോ ഇറാനിലെ ഹാക്കേഴ്സ് തന്നെ പുറത്തിറക്കി. അവർ പറയുന്നത്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമസിനെ ഉപയോഗിച്ച് ഞങ്ങളുടെ ഗെയിം പ്ലേ ചെയ്യാൻ പോവുകയാണ്. അതായത് എങ്ങനെയാണോ ഈ ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് നമ്മൾ സിന്ധ് നദി ചെറുതായി എന്ന് തടഞ്ഞപ്പോൾ തന്നെ പാകിസ്ഥാൻ അത്ര വലിയ പ്രശ്നമുണ്ടായി, അതുപോലെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ്. എന്നാൽ ഇത് ഒരു രാജ്യത്തെ മാത്രമല്ല ബാധിക്കുക, എല്ലാ രാജ്യങ്ങളെയും ഒരുപോലെ തന്നെ ബാധിക്കും. ഇത് കാരണം ഇന്ത്യക്ക് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ത്യക്കും തീർച്ചയായും വലിയ പ്രശ്നമുണ്ട്. അമേരിക്കയ്ക്ക് പ്രശ്നമില്ല എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്കും പ്രശ്നമുണ്ട്. മിഡിൽ ഈസ്റ്റിനും ഇസ്രായേലിനും എല്ലാവർക്കും പ്രശ്നം. അപ്പൊ പിന്നെ ഇതിനെ തടയാൻ മറ്റു മാർഗമില്ലെങ്കിൽ ഇസ്രായേലിന് ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കാമല്ലോ എന്ന് ചോദിച്ചാൽ അതും സാധ്യമല്ലാത്തൊരു കാര്യമാണ്. അതും ഇറാനെ ഒറ്റ രാത്രിയിൽ അല്ലെങ്കിൽ അടുത്ത ഒരു വർഷത്തിലൊക്കെ നശിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ സാധാരണ കാര്യമല്ല, അത് സാധിക്കില്ല. അത്ര ചെറിയ രാജ്യമൊന്നും അല്ല അവർ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന മിസൈൽ എന്നതും അത്രത്തോളം ചെറുതല്ല. അപ്പോ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ കൊണ്ട് പല വർഷങ്ങളോളം ഒരു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊന്നും വേണ്ട, ഒരു ഉദാഹരണം മാത്രം എടുക്കാം. റഷ്യ ഉക്രൈൻ യുദ്ധം. ഉക്രൈൻ ഒരു ചെറിയ രാജ്യമല്ലേ, ആ ഒരു യുദ്ധം തന്നെ 1200 ദിവസവും കടന്നു നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഇസ്രായേൽ ഇറാൻ യുദ്ധം 49 വർഷമായി തുടർന്നു പോകുന്ന യുദ്ധം, 25 വർഷമായി. എനിക്ക് ഒരു അവസരം എപ്പോൾ ലഭിക്കുമെന്ന് കാത്തിരിക്കുകയാണ് ഇറാൻ. എൻ്റെ സാമ്പത്തിക ഉപരോധം മാത്രം ഒന്ന് നീങ്ങട്ടെ, ഞങ്ങൾ എത്ര വലിയ രാജ്യമാണെന്ന് ഈ ലോകം കാണും, ഞങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന് പറയുന്ന വളരെ ധീരതയുള്ള രാജ്യമാണ് ഇറാൻ. നേരെ മറുവശത്ത് ഇസ്രായേൽ. എൻ്റെ രാജ്യത്ത് ഇറാൻ കാരണം വലിയ പ്രശ്നം സംഭവിക്കും. മിഡിൽ ഈസ്റ്റിൽ ഇറാൻ വളർന്നു വരികയാണെങ്കിൽ എൻ്റെ രാജ്യത്തിലെ ജനങ്ങൾക്ക്, യഹൂദർക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ പിന്നെ ജീവിക്കാനേ സാധിക്കാതെയാകും. യഹൂദരെ ഹിറ്റ്ലർ എങ്ങനെയാണോ തിരഞ്ഞു പിടിച്ചു കൊന്നത്, അതുപോലൊരു ദിവസമായിരിക്കും ഇറാൻ വളർന്നു വലുതായാൽ വരിക. ഇതൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവരാണ് ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല, ഇറാനും വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. ഇവർ രണ്ടുപേരും സമാധാനമായ ഒരു സംഭാഷണം നടന്നാൽ മാത്രമേ ഇതിന്റെ ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പാകിസ്ഥാന്റെ പിന്തുണ ഇറാൻ ഉണ്ടെന്ന് ഇസ്രായേലും ശ്രദ്ധിച്ചു വരികയാണ്. പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്ട്രി പറഞ്ഞത്, ഞങ്ങളുടെ പിന്തുണ പൂർണ്ണമായും ഇറാന് ലഭിക്കും. ഇത് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല. യമൻ, ഇറാൻ, പാലസ്തീൻ ഈ എല്ലാ രാജ്യങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അറബ് രാജ്യങ്ങൾ, ഇസ്ലാമിക രാജ്യങ്ങൾ, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നില്ലെങ്കിൽ നാളെ നമുക്കും ഇതേ അവസ്ഥ തന്നെയാണ്. എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് പാകിസ്ഥാൻ ഒരു ചെറിയ സന്ദേശവും അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പാകിസ്ഥാന്റെ ഒരു ഔദ്യോഗികമായ പ്രസ്താവന ആയതിനാൽ പാകിസ്ഥാൻ ഈ ഒരു യുദ്ധത്തിൽ ഏത് പക്ഷത്തിലാണെന്നുള്ളത് അവരും കാണിച്ചിട്ടുണ്ട്. കാത്തിരുന്ന് കാണാം ഇതിൽ എന്ത് സംഭവിക്കുമെന്ന്. ഒരു പക്ഷേ ഇസ്രായേലിനെ തൊടുന്നതിന് പാകിസ്ഥാൻ തയ്യാറാകുമ്പോൾ ഇസ്രായേൽ ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചെറിയൊരു ഫീഡ്ബാക്ക് നൽകാനുള്ള സാധ്യതയുമുണ്ട്. ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാനിലെ 12 പ്രവിശ്യയാണ് ബാധിക്കപ്പെട്ടത്, ആക്രമണത്തിനിരയായത്. 149 വ്യക്തികൾ കൊല്ലപ്പെട്ടതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ എത്ര പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം, അതിന്റെ ഔദ്യോഗിക പ്രസ്താവന ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആ വിവരങ്ങൾ പുറത്തു വരാൻ 2-3 ദിവസം എടുക്കും. ഇസ്രായേൽ നടത്തിയ ആക്രമണം കാരണം ഇറാനിലെ 9 സീനിയർ സയന്റിസ്റ്റും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട എക്സ്പേർട്സും കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം ഇറാൻ വീണ്ടും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇറാന്റെ അണുവായുധ പദ്ധതിക്കുള്ള വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി കരുതപ്പെട്ടവരാണ് ഈ 9 ശാസ്ത്രജ്ഞന്മാരും. 9 സയന്റിസ്റ്റിനെയും തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതും ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആക്രമണം സംഭവിച്ചത്. അപ്പോൾ മൊത്തത്തിൽ ഇറാന്റെ തലസ്ഥാനത്തെ തന്നെ വട്ടം ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ. പൂർണ്ണമായും ലോകരാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ കൈവയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ. ഈ രണ്ടിൽ എന്ത് സംഭവിച്ചാലും അതിൽ ആപത്ത് നമുക്കുമുണ്ട്. കാത്തിരുന്ന് കാണാം എന്ത് സംഭവിക്കുമെന്ന്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.